ഏതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പൽ പാതയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ പ്രവേശിക്കേണ്ടി വന്നാൽ അവിടെ ആക്രമണം ഉണ്ടാകും. ഇനി അങ്ങനല്ല, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൂടി തന്നെ കൃത്യമായ ലൈൻ പിടിച്ച് കപ്പലുകൾ പോവുകയാണെങ്കിൽ പോലും ഇറാനിയൻ വിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ അതിനെ ആക്രമിക്കാൻ പറ്റും. ബഹ്റിന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഖത്തറിന്, അതുപോലെ ഇറാഖിന്, അതുപോലെ തന്നെ കുവൈറ്റിന് ഒന്നും തന്നെ ഒരു തുള്ളി എണ്ണ പേർഷ്യൻ ഗൾഫ് കടത്തി കൊണ്ടുപോകാനാവില്ല, വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോകാനും ആവില്ല. അത്രയത്തിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ വില എന്താവും? ഈ ചൈനയും റഷ്യയും ഒക്കെ രംഗത്ത് വരുന്ന രീതിയിൽ ഒരു മഹായുദ്ധമായി മാറുകയാണെങ്കിൽ തീർച്ചയായും ലോക മഹായുദ്ധമായിട്ട് മാറിയാൽ എന്ന ഒരു അശുഭകരമായ ഒരു ചിന്ത കൂടി പലരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ റഷ്യ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടാവാം, പക്ഷേ അതിനുള്ള ആരോഗ്യമില്ല. ചൈനയുടെ ഒരു പോളിസിയുണ്ട്, അത് റഷ്യയുടെ പോലെയല്ല. ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്കാം, പക്ഷേ ഇടപെടാൻ ചെല്ലില്ല. അമേരിക്കയെ പോലെയോ റഷ്യയെ പോലെയോ വൈദേശിക ശക്തികൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൊളോണിയൽ മാസ്റ്റേഴ്സിന് മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഇറാൻ ആകട്ടെ പൂർണ്ണമായി കൈവശപ്പെടുത്താനോ പിടിച്ചു വയ്ക്കാനോ സാധിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. ആകാശങ്ങളിൽ യുദ്ധം ജയിക്കുക, മടങ്ങിപ്പോവുക, എന്നിട്ട് കഴിയുമെങ്കിൽ ഒരു പാവ ഭരണകൂടത്തെ, അമേരിക്കൻ അനുകൂല ഭരണകൂടത്തെ ഇറാനിൽ അവരോധിക്കുക, അതിൽ കവിഞ്ഞ പദ്ധതികളൊന്നുമില്ല. അമേരിക്കൻ സൈന്യം കരയിൽ ഇറങ്ങുന്നു, ഇറാൻ്റെയോ അഫ്ഗാനിസ്ഥാൻ്റെയോ കരയിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധാവസാനം ഉടനെ എങ്ങും ഉണ്ടാവില്ല. ഡോക്ടർ മോഹൻ വർഗീസ് സാർ, ഒരുപക്ഷെ അമേരിക്ക ഇറാൻ യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ എങ്ങനെയാകും ബാധിക്കുക? യുദ്ധം ഉണ്ടായാൽ എന്നത് ഹൈപ്പോത്തറ്റിക്കലാണ്, അതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ഷനാണ്. അത് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. യുദ്ധം തീർച്ചയായും ലോകത്തെ ബാധിക്കാതിരിക്കില്ലല്ലോ, ന്യായമായൊരു ഊഹമാണല്ലോ. അതായത് ലോക എണ്ണ ചരക്ക് നീക്കത്തിൻ്റെ 20% പാസ് ത്രൂ പേർഷ്യൻ ഗൾഫ് മേഖല. ആ പേർഷ്യൻ ഗൾഫ് മേഖലയിലൂടെയാണ് ഒരു ആഗോള എണ്ണ നീക്കത്തിൻ്റെ എണ്ണ ചരക്ക് നീക്കത്തിൻ്റെ 20%. അതാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. യുദ്ധമുണ്ടായാൽ തങ്ങൾ ആദ്യം ചെയ്യുക ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുക. ഇത് ഇറാൻ്റെ പ്രഖ്യാപിത നയമാണ്. അതവർ ചെയ്യാൻ സാധിക്കും. കാരണം ആ മേഖല മുഴുവൻ തകർക്കാൻ കഴിയും. കാരണം അതൊരു കുപ്പിക്കഴുത്ത് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ദ്വീപുണ്ട്, അതുപോലെ ഒമാൻ കൺട്രോൾ ചെയ്യുന്ന ദ്വീപുണ്ട്, UAE ആ ഭാഗത്തേക്ക് സ്വല്പം തള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളാണ് പേർഷ്യൻ ഗൾഫിൻ്റെ കുപ്പിക്കഴുത്ത് കൺട്രോൾ ചെയ്യുന്ന 3 വിഭാഗങ്ങൾ. UAE ആൻഡ് ഒമാൻ ഇൻ ദ സൗത്ത് ആൻഡ് ഇറാൻ ഇൻ ദ നോർത്ത്. അപ്പോൾ ഈ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പൽ പാതയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ പ്രവേശിക്കേണ്ടി വന്നാൽ അവിടെ ആക്രമണം ഉണ്ടാകും. ഇനി അങ്ങനല്ല, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ കൂടി തന്നെ കൃത്യമായ ലൈൻ പിടിച്ച് കപ്പലുകൾ പോവുകയാണെങ്കിൽ പോലും ഇറാനിയൻ വിമാനങ്ങൾക്കോ മിസൈലുകൾക്കോ അതിനെ ആക്രമിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടാണ് ആദ്യം. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ഇറാൻ്റെ എണ്ണ വെളിയിലേക്ക് പോയില്ല. ഇറാൻ്റെ മാത്രമല്ല, UAEയുടെ എണ്ണ സമ്പത്തിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും തടസ്സപ്പെടും. UAEക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്, ഓപ്പൺ സീയിലേക്ക് അറബിക്കടലിലേക്ക് എത്താനുള്ള ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ഒമാൻ വഴി ഇട്ടിരിക്കുന്നൊരു പൈപ്പ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് അത് പമ്പ് ചെയ്ത് കുറച്ചൊക്കെ അറബിക്കടൽ തീരത്ത് എത്തിക്കാൻ സാധിക്കും. അത് വിശാല മേഖലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സൗദി അറേബ്യക്ക് ചെങ്കടൽ കോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് സൗദി അറേബ്യയുടെ ഓയിലും ഒരുപക്ഷെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ബഹ്റിന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഖത്തറിന്, അതുപോലെ ഇറാഖിന്, അതുപോലെ തന്നെ കുവൈറ്റിന് ഒന്നും തന്നെ ഒരു തുള്ളി എണ്ണ പേർഷ്യൻ ഗൾഫ് കടത്തി കൊണ്ടുപോകാനാവില്ല, വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോകാനും ആവില്ല. കാരണം അവരുടെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ എണ്ണ ദൗർലഭ്യമുണ്ടാകും. 2, ചൈനയിലേക്കുള്ള എണ്ണ സപ്ലൈ കംപ്ലീറ്റ്ലി തടയപ്പെടും. കാരണം ഇറാൻ്റെ എണ്ണയുടെ 80%, ക്രൂഡ് ഓയിലിൻ്റെ 80% വാങ്ങി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നത് ചൈനയാണ്. വെനിസ്വേലയുടെ പറഞ്ഞതുപോലെ ഇപ്പം ചൈനയെ ചോക്ക് ചെയ്യുക എന്നതും അമേരിക്കയുടെ നയം തന്നെയാണ്. കാരണം വെനിസ്വേലയുടെ എണ്ണയുടെയും 80% കയറ്റുമതി ചൈനയിലേക്കായിരുന്നു, ഇറാൻ്റെ എണ്ണയുടെയും 80% കയറ്റുമതി ചൈനയിലേക്കായിരുന്നു. അപ്പോൾ 2 വൻ എണ്ണസമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായി ഒഴിവാക്കിയാൽ ചൈന മറ്റ് മാർക്കറ്റുകളെ റഷ്യയിൽ നിന്ന് കിട്ടും ഉറപ്പായി. എത്ര ഉപരോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റഷ്യ ചൈനയ്ക്ക് എണ്ണ കൊടുക്കും, എണ്ണ ചൈന വാങ്ങും. പക്ഷേ അത് മാത്രം പോരാ. അതുകൊണ്ട് അതും ലോജിസ്റ്റിക്കൽ വിഷയങ്ങളുണ്ട്. ഇതിപ്പോൾ വന്നാൽ എണ്ണ വില തീ പിടിക്കും. ബാരലിന് $60-70 എന്ന ന്യായമായ നിലയിൽ നിന്നും 200-300 വരെ
ഡോളറായി ഒരു ബാരലിൻ്റെ വില 189 ലിറ്ററാണ് ഒരു ബാരൽ. അത്രയത്തിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവശ്യ സാധനങ്ങളുടെ വില എന്താവും? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് ഒന്നുമല്ലല്ലോ, മാർക്കറ്റ് പ്രൈസ് വ്യത്യാസമനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറയുമ്പോൾ ഇവിടെ കുറയ്ക്കില്ല, പക്ഷെ കൂടുമ്പോൾ ഉറപ്പായി കൂട്ടുമല്ലോ. അല്ലാതെ പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ജനജീവിതത്തെ ബാധിക്കും. എണ്ണ മാത്രമല്ല, അതുമാത്രമല്ല ഇതൊരു മഹായുദ്ധമായി മാറുകയാണെങ്കിലോ, ഈ ചൈനയും റഷ്യയും ഒക്കെ രംഗത്ത് വരുന്ന രീതിയിൽ ഒരു മഹായുദ്ധമായി മാറുകയാണെങ്കിൽ തീർച്ചയായും ലോക മഹായുദ്ധമായിട്ട് മാറിയാൽ എന്ന ഒരു അശുഭകരമായ ഒരു ചിന്ത കൂടി പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ സർവനാശമാവും ഫലം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റായി നിൽക്കട്ടെ. അത് സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. ഈ ഇറാൻ അമേരിക്ക സംഘർഷം എന്ന അവസ്ഥ തുടങ്ങിയിട്ട് 2 മാസത്തോളമാകുന്നു. പക്ഷേ ഇറാന്റെ ഉറ്റ സുഹൃത്തുക്കളായ ചൈനയും റഷ്യയും മൗനം പാലിക്കുകയാണ്. പരസ്യമായി ഇറാനൊപ്പം നിൽക്കുന്നില്ല എന്നത് ശ്രദ്ധേയമല്ലേ? അപ്പോൾ എന്താണ് അവരുടെ ഈ ഒരു നിലപാടിന് പിന്നിൽ? ഇപ്പോൾ സൂചിപ്പിച്ച 2 രാജ്യങ്ങൾ എക്കാലത്തും ഇറാനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന രാജ്യങ്ങളാണ്. പരമ്പരാഗതമായി സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ. ഇറാൻ റവല്യൂഷൻ 79 നടക്കുന്നു. അന്ന് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ റഷ്യ ഇറാനോട് നല്ല ചങ്ങാത്തത്തിൽ തന്നെ ആയിരുന്നു. അതിനുശേഷവും ഇറാൻ തുടർന്നു. റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ ചെയ്ത റഷ്യ ഉണ്ടായി. അപ്പോഴും ഈ ബോറിസ് യെൽത്സിൻ്റെ കാലഘട്ടത്തിലും വ്ളാഡിമിർ പുടിൻ്റെ കാലഘട്ടത്തിലും ഇറാനുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. കാരണം എണ്ണ കച്ചവടം ഈ 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കില്ല. കാരണം 2 രാജ്യങ്ങളും എണ്ണ സമ്പന്നമാണ്. പക്ഷേ മറ്റ് ടെക്നോളജി, യുദ്ധവിമാനങ്ങൾ എന്ന് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സോവിയറ്റ് യൂണിയൻ, പിന്നീട് റഷ്യ ഇറാനെ സഹായിച്ചിരുന്നു. അവസാനം റഷ്യക്ക് ആവശ്യം വന്നപ്പോൾ, ഉക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ആവശ്യം വന്നപ്പോൾ ഡ്രോണുകളും റോക്കറ്റുകളും നൽകി സഹായിച്ചതും ഇറാനാണ് എന്നോർക്കണം. അപ്പോൾ ഇറാൻ്റെ ഒരു കോർ കോമ്പറ്റൻസി എന്ന് പറയുന്നത് ഈ പറഞ്ഞ മിസൈലുകളൊക്കെ തന്നെയാണ്. അതെല്ലാം കൊടുത്ത് സഹായിക്കുന്നു. വലിയ രീതിയിൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ മുന്നേറി. അപ്പം റഷ്യ ഉപയോഗിക്കുന്ന റഷ്യക്ക് കടുത്ത ആയുധ ദാരിദ്ര്യം കൂടിയുണ്ട്. കാരണം വർഷങ്ങളായി തുടരുന്ന ഉക്രൈൻ യുദ്ധം അതൊരുപാട് ആൾനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യൻ ആയുധങ്ങൾ റീപ്ലനിഷ് ചെയ്യണം. ആണവായുധങ്ങളുണ്ട്. 5800 പരം ആണവ പോർമുനകളുണ്ട് റഷ്യയ്ക്ക്. പക്ഷെ അതെടുത്ത് യുദ്ധത്തിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ ലേശം കൂടുതൽ റഷ്യയുടെ കയ്യിൽ തന്നെയാണ് ആണവായുധങ്ങൾ. അതൊന്നും യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കൺവെൻഷണൽ പരമ്പരാഗതമായ ആയുധങ്ങൾ ഇറാനും റഷ്യയ്ക്ക് നൽകുന്നുണ്ട്. അതൊന്ന്. ഇപ്പോൾ റഷ്യ ഇടപെടുമോ എന്ന് ചോദിച്ചാൽ ഇടപെടാനുള്ള ഒരു മനസ്സുണ്ടാവാം, പക്ഷേ അതിനുള്ള ആരോഗ്യമില്ല. കാരണം ഉക്രൈനിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈൻ യുദ്ധമൊക്കെ പരിഹരിക്കാതെ നിൽക്കുന്നതൊക്കെ തന്നെ ഈ യുദ്ധത്തിന് കാരണമായിട്ടുണ്ടാവാം. കാരണം ട്രംപിൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ്. താൻ യുദ്ധം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുടിൻ അവസാനിപ്പിച്ചില്ലല്ലോ, എന്നാൽ പിന്നെ പുടിൻ്റെ കൂട്ടാളികളെ കൂടെ കാണിച്ചു തരാം എന്നൊക്കെയുള്ളതായിരിക്കാം ട്രംപിൻ്റെ മനസ്സിലെ ചിന്തകൾ. അതുകൊണ്ട് റഷ്യ ഇപ്പോൾ രംഗത്ത് വരുമെന്ന സൂചനയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സമാധാനപരമായി പരിഹരിക്കണമെന്ന ആഗ്രഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 ചൈനയാണ്. ചൈനയ്ക്ക് ഒരു രീതിയുണ്ട്. ചൈന എപ്പോഴും ഇറാൻ്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞല്ലോ, 80% ഇറാൻ്റെ എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറാനിൽ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നു. തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ ചൈനയുടെ ഒരു പോളിസിയുണ്ട്. അത് റഷ്യയുടെ പോലെയല്ല. ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞേക്കാം, പക്ഷേ ഇടപെടാൻ ചെല്ലില്ല. അമേരിക്കയെ പോലെയോ റഷ്യയെ പോലെയോ ഇടപെടാൻ ചെല്ലില്ല. തങ്ങൾ സ്വതന്ത്രമായി തങ്ങളുടേതായ പ്രശ്നങ്ങളിൽ പെട്ട് തങ്ങളുടേതായ സമ്പദ് വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കി മുന്നോട്ട് പോകുന്നു. അതാണ് ചൈനയുടെ വിജയ രഹസ്യം. ചൈന ഇന്ത്യയുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. കാരണം അത് ടെറിട്ടോറിയൽ ഗെയിനിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ വണ്ണപ്പാൻഷിപ്പിന് വേണ്ടി. അത് അതിർത്തി പങ്കിടുന്ന രാജ്യമായതുകൊണ്ടാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളുമായും ചെറിയ സംഘർഷങ്ങൾ ചൈനയ്ക്കുണ്ട്. അതെല്ലാം ചൈനയുടെ ഓൺ ഇൻട്രസ്റ്റ് അഫക്റ്റഡ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് ചൈനയുടെ ഓൺ ഇൻട്രസ്റ്റ് അല്ല, ഒരു സുഹൃത്തിൻ്റെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ചൈന തങ്ങളുടെ എനർജി വലിയ രീതിയിൽ ഇറാനിലേക്ക് പ്രവഹിക്കാനാവില്ല. പക്ഷേ ചൈനയ്ക്കൊരു കൺസേൺ ഉണ്ട്. തങ്ങളുടെ എണ്ണ പിന്നെ എവിടെ നിന്ന് വരും? വെനിസ്വേലയിൽ നിന്നും വരാനില്ല, ഇറാനിൽ നിന്ന് വരാനില്ല, അപ്പോൾ റഷ്യയിൽ നിന്ന് മാത്രമാണ്. അങ്ങനെ ഒരു ആശങ്ക ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് ചൈന ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ റഷ്യയും ചൈനയും ഒക്കെ സെക്യൂരിറ്റി കൗൺസിൽ എത്തുമ്പോൾ, UN എത്തുമ്പോൾ വീറ്റോ ചെയ്തേക്കാം. ഏതെങ്കിലും രീതിയിൽ ഇറാനെ കുറ്റപ്പെടുന്ന പ്രമേയമുണ്ടെങ്കിൽ വീറ്റോ ചെയ്തേക്കാം. അതല്ലാതെ അപ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിനെതിരെ ലോകവേദികളിൽ അഭിപ്രായ രൂപീകരണം നടത്തിയേക്കാം. പക്ഷേ ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇപ്പോൾ അമേരിക്ക മാത്രമല്ല ഗൾഫ് മേഖലയിലെ സാന്നിധ്യം. ചൈനീസ് കപ്പലുകൾ അവിടെയുണ്ട്, ചൈനീസ് വ്യവസായ താല്പര്യങ്ങൾ അവിടെയുണ്ട്. അറബ് രാജ്യങ്ങൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള സന്ധി സംഭാഷണം പോലും ചൈനയുടെ ഭാഗികമായ മധ്യസ്ഥതയിലാണ് നടന്നത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് പഴയ ചൈനയല്ല,
ഇപ്പോഴത്തെ ചൈന. അതുകൊണ്ട് ചൈന ഈ വെസ്റ്റ് ഏഷ്യൻ പോളിറ്റിക്സിൽ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ പൂർണ്ണമായി അവസാനിപ്പിക്കണം. അമേരിക്ക മാത്രമാകണം വെസ്റ്റ് ഏഷ്യയിലെ സോൾ പ്ലെയർ. ഇതുകൂടിയാണ് ട്രംപിനെ ഇങ്ങനെയുള്ള സാഹസത്തിന്, ഇറാനെതിരെയുള്ള യുദ്ധമെന്ന സാഹസത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഇതാണ്: റഷ്യയും ചൈനയും നേരിട്ട് ഇറാനെ ബെയിലൗട്ട് ചെയ്യാനായി യുദ്ധമുണ്ടായാൽ കടന്നു വരില്ലായിരിക്കാം. പക്ഷേ യുദ്ധം ഒരു ഘട്ടം കടന്ന് മുന്നേറിയാൽ, ഇപ്പം കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നു, മാസങ്ങൾ നീണ്ടിരിക്കുന്ന പോരാട്ടത്തിന് ശേഷവും അവിടെ കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല, ഭരണമാറ്റം ഉണ്ടാകുന്നില്ല, ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ്, അതായത് ചതഞ്ഞ് നിൽക്കുകയാണ്, എന്നാൽ ഒരു തീർച്ചമൂർച്ച വരുന്നതുമില്ല. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്ലെയേഴ്സ് ഒരുപക്ഷെ രംഗത്ത് വരാനും ചൈനയും റഷ്യയും തങ്ങളുടെ ഒരു മാറി നിൽക്കൽ സമീപനം മാറ്റി ഇറാൻ അനുകൂലമായി രംഗത്ത് വരാനുമുള്ള സാഹചര്യം ഒരുങ്ങുന്ന അപ്പോൾ മാത്രമാണ്. പക്ഷേ അമേരിക്ക അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച മട്ടാണ്: യുദ്ധം ഉണ്ടായാൽ അത് പെട്ടെന്ന് തീരുന്ന യുദ്ധമാകണം, തങ്ങളുടെ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് തീർത്തതിന് ശേഷം പിൻവാങ്ങണം, അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ്റിനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തങ്ങൾക്ക് സാമ്പത്തിക ഡീലുകളിലേക്ക് നീങ്ങാം എന്ന് തന്നെയാണ് അമേരിക്കയുടെ ചിന്ത. അപ്പോൾ അതൊക്കെ മറുപക്ഷത്തും ബുദ്ധിമാന്മാരായ ആളുകളാണ്. റഷ്യയും ചൈനയും ഒക്കെ ദേ നോട്ട് മഗ്. അവർക്കും കാര്യമായ നയതന്ത്ര ബുദ്ധിയുണ്ട്, അവർക്കും കാര്യമായ വിശകലന ശേഷിയുണ്ട്. അമേരിക്ക മാത്രം കളിക്കുന്ന ഒരു കളിയായി കണ്ടു നിൽക്കാൻ എത്ര കാലം ഇവരൊക്കെ തയ്യാറാകും എന്നതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റൊരു കാര്യമുള്ളത്, വലിയ പ്രസക്തമല്ല എങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം ഇറാന് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇറാനെ അത് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിലവിലുള്ളത് താലിബാൻ 2.0, അതായത് പുതുക്കം വന്ന താലിബാനാണ്. അവർ തന്നെ ക്ലെയിം ചെയ്യുന്നത് പുതിയൊരു താലിബാനാണ്. അമേരിക്കയുടെ കൺട്രോളിലായിരുന്ന ഒരു കാലഘട്ടത്തെ പഴങ്കഥയാക്കിക്കൊണ്ട് താലിബാൻ അവിടെ അധികാരം പിടിച്ചെടുത്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക വെള്ളിത്താലത്തിൽ വെച്ച് അധികാരം താലിബാന് കൈമാറി രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം അമേരിക്കൻ സൈന്യത്തിന് അധികകാലം അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചു നിൽക്കാനാവില്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയ സൂചനയാണ്. ഇവിടെ ഇറാനിൽ ഉൾപ്പെടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ സംഭവിച്ചതുപോലെ, അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചതുപോലെ താവളമുറപ്പിച്ച് എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? അഫ്ഗാനിസ്ഥാനിലേക്കാൾ 10 മടങ്ങ് ശക്തമായ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളുടെയും മറ്റൊരു കോമണാലിറ്റി കൂടിയുണ്ട്. വൈദേശിക ശക്തികൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൊളോണിയൽ മാസ്റ്റേഴ്സിന് മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും അഫ്ഗാനിസ്ഥാൻ ആകട്ടെ ഇറാൻ ആകട്ടെ പൂർണ്ണമായി കൈവശപ്പെടുത്താനോ പിടിച്ചു വയ്ക്കാനോ സാധിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് അവർക്ക് പോരാട്ട വീര്യമുണ്ട്, അവർക്ക് അവരുടേതായ തനത് രീതികളുണ്ട്, സംസ്കാരമുണ്ട്. അത് ആ ജനത അവസാനം വരെ എത്തി നിന്നാലും അത് സംരക്ഷിക്കാൻ സന്നദ്ധമാവും. ഇവരൊന്നും വൻ ശക്തികളല്ല, അഫ്ഗാനിസ്ഥാനൊന്നും വൻ ശക്തിയല്ല. ഇപ്പോൾ ഇറാൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടുന്നു, ഒരു ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് ഒരു ധാർമ്മികമായ ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്നതിൽ കവിഞ്ഞ് സൈനികമായ മറ്റ് ഇംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയിൽ ഒന്നും വായിച്ചെടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും കൂടെ ചേർന്ന് അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കും എന്നൊക്കെ പറയുന്നത് അതിശയോക്തിപരമായിരിക്കും. പക്ഷേ ഇറാൻ തീർച്ചയായും ഒറ്റയ്ക്കല്ല എന്നൊരു ബോധമുണ്ടാകുന്ന, അതൊരു ആത്മവീര്യം ഉണർത്തുന്ന ഒന്നാണ്. അതിൽ കവിഞ്ഞ പ്രത്യേകത ഒന്നും തന്നെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. നോക്കൂ, അഫ്ഗാനിസ്ഥാൻ്റെ മുൻകാലങ്ങളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് കാലഘട്ടത്തിലും ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാർ കീഴടക്കി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പിന്നീട് ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിലായി. പക്ഷേ അഫ്ഗാനിസ്ഥാൻ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ഒരിക്കൽ ശ്രമിച്ചു അഫ്ഗാനിസ്ഥാൻ കീഴടക്കാൻ. അവസാനം സോവിയറ്റ് യൂണിയൻ ഒരു പാവ ഗവൺമെൻറ് നിയോഗിച്ചു. പക്ഷേ അതിനെതിരെ ബിൻ ലാഡനെ ഇറക്കിക്കൊണ്ട് അമേരിക്ക പോരാട്ടം നടത്തി. അവസാനം ആ ഗവൺമെൻറ്റും താഴെ വീണു. അമേരിക്കയ്ക്കും അധികം കാലം പിന്നീട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സമാനമായ രീതിയിൽ ഇറാനിലും അധിനിവേശ ശക്തികൾക്ക് ഒരിക്കലും ആത്യന്തികമായി പിടിച്ചു നിൽക്കാൻ ആവില്ല. കാരണം അവിടുത്തെ ടെറൈൻ അങ്ങനെയാണ്, അവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്, അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആകാശങ്ങളിൽ യുദ്ധം ജയിക്കുക, മടങ്ങിപ്പോവുക, എന്നിട്ട് കഴിയുമെങ്കിൽ ഒരു പാവ ഭരണകൂടത്തെ, അമേരിക്കൻ അനുകൂല ഭരണകൂടത്തെ ഇറാനിൽ അവരോധിക്കുക. അതിൽ കവിഞ്ഞ പദ്ധതികളൊന്നുമില്ല. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്ന സപ്പോർട്ടൊക്കെ ഒരു ചെറിയ ഒരു ഉന്തിൻ്റെ പുറത്തൊരു തള്ള്, അല്ല എങ്കിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതിൽ കവിഞ്ഞ ഒരർത്ഥം ഇപ്പോൾ കാണേണ്ടതില്ല. പക്ഷേ അമേരിക്കൻ സൈന്യം കരയിലിറങ്ങുന്നു, ഇറാൻ്റെയോ അഫ്ഗാനിസ്ഥാൻ്റെയോ കരയിലിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധാവസാനം ഉടനെ എങ്ങും ഉണ്ടാവില്ല. ആകാശങ്ങളിൽ യുദ്ധം ജയിച്ച് മടങ്ങാൻ തന്നെ ആവും അമേരിക്കയുടെ ഇപ്പോഴത്തെ ആഗ്രഹം.
ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ തുടങ്ങി വെച്ചിടത്ത് ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകരെ ഞാൻ ഓർപ്പിക്കട്ടെ. യുദ്ധമല്ല വിഷയം, സമാധാനമാണ്. നിർണായക ദിനം, ജനീവയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സമാധാന കരാർ, അതൊരു കരാറിലേക്ക് നീങ്ങട്ടെ. ഈ ചർച്ചകൾ സമാധാന കരാറിലേക്ക് നീങ്ങട്ടെ, യുദ്ധം തന്നെ ഒഴിവായി പോകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി അവസാനിപ്പിക്കാം.